ഹായ് കൂട്ടുകാരെ, ഷാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളക് ചെടിയെക്കുറിച്ചാണ്. നമ്മുടെ മുളക് ചെടിയിൽ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവാനായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ചട്ടിയിൽ നട്ട മുളക് ചെടിയാണ് കേട്ടോ. അതൊക്കെ ഇതിൽ നിന്നൊക്കെ ഒരുപാട് തവണ വിളവെടുത്തു വീണ്ടും വീണ്ടും ഇതിലിങ്ങനെ നിറഞ്ഞു കായ്ക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും കമ്പൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ കമ്പ് പ്രൂൺ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ചുവട്ടിൽ നല്ല രീതിയിൽ തന്നെ ജൈവ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി വീണ്ടും നല്ല ആരോഗ്യത്തോടെ വളർന്ന് അതിലൊക്കെ ഇഷ്ടം പോലെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായി തുടങ്ങും. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ഒരു 2-3 തവണ ഇതിൽ നിന്നൊക്കെ വിളവെടുത്ത് പ്രൂൺ ചെയ്ത ചെടിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അതൊക്കെ വെള്ള മുളകാണ് കേട്ടത്. ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വളർന്നുണ്ടാകുന്ന ഒരു ഐറ്റം മുളകാണ് കേട്ടത്. ഇതൊക്കെ നട്ട് കൊടുത്താൽ ഇഷ്ടം പോലെ ഉണ്ടാവും. നല്ല എരിവുള്ള നല്ല ടേസ്റ്റുള്ള മുളകാണിത്. ഇത് കണ്ട ഒരു ചട്ടി നിറയെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണിത്. അപ്പോൾ ഈ ഒരു മഴ സമയത്തൊക്കെ ഈ മുളക് ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. ഒരു വീടായാലും ഒരു പച്ചമുളക്, ഒരു കറിവേപ്പ്, 2-3 വെണ്ട, അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കണ്ട് ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് വീണ്ടും വീണ്ടും പുതിയ കമ്പുകളൊക്കെ വന്ന് അതിലൊക്കെ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായതാണ് കേട്ടത്. അതേപോലെ തന്നെ മഴ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പുളിപ്പിച്ച് ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ മുളക് ചെടിക്ക്. അതുപോലെ ഓരോ 10 ദിവസം കൂടുമ്പോൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി ഇതൊക്കെ ഞാൻ ഒഴിച്ച് കൊടുക്കാറ്. അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന കിച്ചൺ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് പറമ്പിലോട്ട് വലിച്ചെറിയാതെ അതൊക്കെ ഒരു ബക്കറ്റിലോ ചാക്കിലോ ഒക്കെ ഇട്ട് വെച്ച് നല്ല കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ചെടികൾക്ക് തന്നെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. നമ്മൾ വലിയ വില കൊടുത്തൊന്നും വളങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ വളങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ മുളക് ചെടിക്ക് ഇട്ട് കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ സൂപ്പർ മീൽ എന്ന് പറയും. അതായത് എല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. 1 കിലോൻ്റെ പാക്കറ്റിന് 80 രൂപയാണ്. ഞാനിത് മുളകിന് മാത്രമല്ല കേട്ടോ, വെണ്ടയ്ക്കും വഴുതനയ്ക്കും ഒക്കെ ഇത് ഓരോ 10 ദിവസം കൂടുമ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്. ഈ ഒരു വളം ഇട്ട് കൊടുക്കുമ്പോൾ വേറെ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വളത്തിൽ തന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ എല്ലുപൊടി, ലെതർ മീല്, പൊട്ടാഷ് വളം ഇതൊക്കെ ചേർന്ന നല്ലൊരു കൂട്ടുവളമാണ് ഇട്ടത്. ഇത് ഒരു പിടി നമ്മുടെ ഓരോ ചെടിയുടെ ചുവട്ടിലും മണ്ണിളക്കി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല കരുത്തോടെ തന്നെ വളർന്നു വരും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മുളക് ചെടിക്ക് കുറച്ച് സൂപ്പർ മീല് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റി മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതും വേരൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ ചെറുതായിട്ട് നമുക്ക് മണ്ണ് ഇളക്കി കൊടുക്കാം. നല്ല ഇളക്കമുള്ള മണ്ണിലൊക്കെ നമ്മൾ ചെടികൾ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരും. നല്ല ഇളക്കമുള്ള നല്ല ജൈവാംശമുള്ള മണ്ണിൽ വേണം നമ്മൾ തൈകളൊക്കെ നടാനായിട്ട്. മണ്ണ് തറഞ്ഞു പോകുന്ന മണ്ണിലൊക്കെ നട്ട് കൊടുത്താൽ വേരോടാനൊന്നും കഴിയില്ല. അപ്പം നല്ല ഇളക്കമുള്ള മണ്ണാകുമ്പോൾ വേരോടാനും ചെടികൾ നല്ല രീതിയിൽ തന്നെ വളരാനും ഒത്തിരി നല്ലതാണ്. അപ്പോൾ ചെറുതായിട്ട് മണ്ണൊക്കെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ, വേരൊന്നും പൊട്ടിപ്പോവാതെ. ഇനി നമുക്കിതിലോട്ട് 1 പിടി സൂപ്പർ മീൽ ഇട്ട് കൊടുക്കാം. 1 പിടി മാത്രം മതി കേട്ടോ. വലിയ ചെടികൾക്കാണെങ്കിൽ ഒരു 1.5 പിടിയോളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ തണ്ടിനോട് ചേർന്ന് ഇട്ട് കൊടുക്കരുത്. കുറച്ച് ദൂരെയായിട്ട് വേണം നമ്മൾ എപ്പോൾ വളങ്ങൾ കൊടുക്കുകയാണെങ്കിലും ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഈ വളം എല്ലാം കൂടെ അടങ്ങിയ നല്ലൊരു കൂട്ടുവളമാണിത്. ഞാനിത് വെണ്ടച്ചെടികൾക്കൊക്കെ കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് വെണ്ടയ്ക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടിയത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വളം കൊടുക്കാനായിട്ട്. ഇങ്ങനെ വളം കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് കൊടുക്കണം. ഏതൊരു വളം കൊടുത്താലും ആ വളം മൂടുന്ന രീതിയിലുള്ള മണ്ണും കൂടെ ഇട്ട് കൊടുത്താൽ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരും.
അപ്പോൾ അപ്പോൾ ഇതാ വളം കൊടുത്തു മണ്ണിട്ട് കൊടുത്തു നമുക്ക് നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുക്കണം. ഇങ്ങനെ നനച്ച് കൊടുത്താൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഓരോ 10 ദിവസം കൂടുമ്പോഴും ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തോടെ തന്നെ നമ്മുടെ ചെടിയൊക്കെ വളർന്ന് നമുക്ക് വേണ്ടതായ പച്ചക്കറികളൊക്കെ അതിൽ നിന്ന് വിളവെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി സൂപ്പർ മീൽ ഇല്ല എന്ന് വെച്ച് ആരും വിഷമിക്കേണ്ട. നമ്മൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താ വളം ഉള്ളത് എന്ന് വെച്ചാൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. ഓണത്തിന് വേണ്ടതായ പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിലൊക്കെ നിറയെ മുളകാണ് കേട്ടോ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത്. ഒരുപാട് മുളകാണ് ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നമ്മളെ വീട്ടിലിങ്ങനെ നമ്മൾ നട്ട ഗ്രോ ബാഗിലായാലും ചെടിച്ചട്ടിയിലായാലും ഒക്കെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.